ഗായത്രീം വേദതത്വാഗമസകലപുരാണേതിഹാസൈകബീജാം ജീവബ്രഹ്മൈക്യരൂപാം പ്രണവലിപിമയീം സർവമന്ത്രാളിസേവ്യാം വിഷ്ണുബ്രഹ്മേശ്വരാഖ്യാം അഗുണസഗുണഭേദേന ഭാന്തിം സുഷുമ്നാനാഢ്യന്തസ്ഥാം പരാം വ്യാഹൃതി പരിലസിതാം ഭാവയേ ലോകകർത്രീം. ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് ഹിന്ദു ധർമ്മത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന തത്വങ്ങളും ഗായത്രിയിലാണ് അടങ്ങിയിരിക്കുന്നത്. വളരെ വിപുലമായിരിക്കുന്ന ഒരു ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഒരു സമാഹാരമാണ് ഹിന്ദുമതം. അതിൻ്റെ മുഴുവൻ അടിസ്ഥാന ബീജം വിത്ത് നിൽക്കുന്നത് ഗായത്രിയിലാണ്. ഗായത്രി മന്ത്രസാധനയുടെ പ്രാധാന്യം അതാണ്. ഗായത്രി വേദ തത്വ ആഗമ സകല പുരാണേതിഹാസിക ബീജം. വേദങ്ങളുടെയും ആഗമങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും വേദാന്തങ്ങളുടെയും ഉപനിഷത്തിലെല്ലാം ചൈതന്യം, അതിൻ്റെ വിത്ത് അടങ്ങിയ ഗായത്രി മന്ത്രത്തിലാണ്. ജീവിതത്തിന് ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഋഷീശ്വരന്മാർ നിശ്ചയിച്ചിരിക്കുന്നത് ജീവബ്രഹ്മൈക്യമാണ്. ജീവാത്മാവ് പരമാത്മാവ് തമ്മിലുള്ള ഐക്യം, അതാണ് ജീവിതം ഏറ്റവും വലിയ പരമായ ലക്ഷ്യമായിരിക്കുന്നത്. അത് സാധിക്കാൻ ഗായത്രി മന്ത്രസാധന മാത്രം മതി. ഇത് പ്രണവത്തിന് ഓംകാരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ബീജം. അതിനെ ഒരു മന്ത്രമാക്കി മാറ്റിയാൽ അതാണ് ഗായത്രി മന്ത്രം. എല്ലാ മന്ത്രങ്ങളുടെയും അടിത്തറ ഗായത്രിയിലാണുള്ളത്. വിഷ്ണുവും ബ്രഹ്മാവും ശിവനും മാത്രമല്ല, സഗുണമോ നിർഗുണമോ ആയിട്ടുള്ള മുഴുവൻ ദേവതാ ചൈതന്യങ്ങളും പ്രകാശിക്കുന്നത് ഇതിലൂടെയാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സുഷുമ്ന നാഡ്യാന്തസ്ഥാം, നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ആ ചൈതന്യത്തെയാണ് സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഗായത്രി മന്ത്രസാധന ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ മുഴുവൻ ചൈതന്യവും അടങ്ങിയ ഗായത്രി മന്ത്രം. അപ്പോൾ ആ ഗായത്രി മന്ത്ര സാധനയോട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സൂക്ഷ്മ തലങ്ങളിൽ, നാഡികളിൽ, സുഷുമ്നാ നാഡിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ചൈതന്യം അത് വികസിക്കുകയും അത് വർദ്ധിക്കുകയും ആ ചൈതന്യത്തെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രപഞ്ചത്തിലെ അടിസ്ഥാനമായ സൂക്ഷ്മ ചൈതന്യത്തെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയും. അത് നമുക്ക് ജ്ഞാനവിജ്ഞാനങ്ങൾ വർദ്ധിപ്പിക്കും. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വിജ്ഞാനവും അടങ്ങിയിരിക്കുന്നതാണ് വേദമന്ത്രങ്ങളും അതുപോലെ ആഗമങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും. അതിൻ്റെ വിത്ത് അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് വിജ്ഞാനപരമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് വേദം എന്ന് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കാരണം വേദം എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളല്ല, വേദം എന്ന് പറയുന്നത് ജ്ഞാനം എന്നാണ് അർത്ഥം. അത് ലിപിരൂപേണ വാഗ്രൂപേണ പ്രകാശിപ്പിക്കുന്നതല്ല, അത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതാണ്. തപശക്തിയിലൂടെ നമ്മുടെ ഉള്ളിൽ ഉദിച്ചുയരുന്ന സമഗ്രമായിരിക്കുന്ന ബോധത്തിൻ്റെ വികാസത്തെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആ ജ്ഞാനം ലഭിച്ചാൽ ജീവബ്രഹ്മ ഐക്യമുണ്ടാകും, ബ്രഹ്മബോധത്തിലേക്ക് ഉയരും നമ്മൾ. ആ തരത്തിൽ നമ്മുടെ സമഗ്രമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ് ഗായത്രി മന്ത്രസാധന നിശ്ചയിച്ചിരിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സാധനയും ഗായത്രി മന്ത്രസാധനയാണ്. അതുകൊണ്ട് നമുക്ക് ഈ മന്ത്രസാധനയിലൂടെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് നേടിയെടുക്കാൻ, മുഴുവൻ പ്രപഞ്ചത്തിന് അപ്പുറത്ത് വേറൊന്നുമില്ല, ആ തലത്തിൽ നമുക്ക് ഉയരാൻ, നമ്മുടെ ബോധനിലത്ത് ഉയർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഗായത്രി മന്ത്രസാധന അനുഷ്ഠിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് ആഹ്വാനം ചെയ്യാനുള്ളത്.